നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ചാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ 2026 വർഷം മാർച്ച് 1 മുതൽ 15 വരെയുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ ഫലങ്ങളെക്കാൾ ഉപരി ഇവർക്ക് ഈ മാർച്ച് മാസത്തില് ഈ പകുതി ഭാഗത്ത് എന്തൊക്കെ സംഭവിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. ഇതുമൂലം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വളരെ വ്യക്തതയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് വിദ്യാഭ്യാസ കാര്യം പറയുകയാണെങ്കിൽ, വിദ്യാഭ്യാസത്തിൽ അത് പ്രായഭേദമന്യേ എന്ത് വിദ്യയാണോ നിങ്ങൾ അഭ്യസിക്കുന്നത് ആ വിദ്യാഭ്യാസ കാര്യത്തിൽ നിങ്ങൾക്കൊരു സമ്മിശ്ര ഫലമാണ് കാണുന്നത്. നിങ്ങൾ നന്നായിട്ടൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശുഭകരമായിട്ട് മാറുന്നതാണ് വിദ്യാഭ്യാസ കാര്യത്തിൽ. ഇപ്പോൾ നിങ്ങൾ പരിശ്രമം എങ്ങനെയാണോ ആ രീതിക്കായിരിക്കും നിങ്ങളുടെ മുന്നോട്ടുള്ള പഠനത്തിന്റെ കാര്യം. അത് സ്കോളർഷിപ്പ് ആയാലും വിദേശ പഠനമായാലും എന്തായാലും ഈ സമയത്ത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധ നൽകുന്നു അത്രയും നല്ലതാണ്. അത് മുന്നോട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരുടെ വിവാഹകാര്യം എടുക്കുകയാണെങ്കിൽ ഈ 1 മുതൽ 15 വരെയുള്ള സമയങ്ങളിൽ വിവാഹ ആലോചനകൾക്കൊക്കെ ഒരു മന്ദഗതിയാണ് കാണുന്നത്. വിവാഹം ആലോചിച്ച് നമ്മൾ പോകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ട് നമുക്കൊന്ന് മടുപ്പ് തോന്നുന്ന ഒരു സമയമാണ്. എങ്കിലും മനസ്സ് മടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ ശുഭമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹം നടക്കുന്നതാണ്. കൂടാതെ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നവരുടെ വിവാഹ കാര്യത്തിലൊന്നും അമാന്തം വിചാരിക്കേണ്ട കാര്യമില്ല. അതെല്ലാം മുൻകൂട്ടി തീരുമാനിച്ച കാര്യങ്ങളായതുകൊണ്ട് കുഴപ്പം വരാൻ ഉള്ള സാധ്യതയൊന്നുമില്ല. അതുപോലെ തന്നെ വാഹനങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ മാസം 8-ാം തീയതിയും 9-ാം തീയതിയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സ്വന്തമായിട്ട് വാഹനങ്ങളൊക്കെ ഉള്ളവര് കഴിയുമെങ്കിൽ ഡ്രൈവറെയൊക്കെ വെച്ചൊന്ന് പോകുന്നത് നല്ലതായിരിക്കും. സ്വന്തമായിട്ട് ഓടിക്കുമ്പോൾ ഈ അപകടങ്ങൾ മാത്രമല്ല ചെറിയ പോലീസ് കേസുകളൊക്കെ വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ചെറിയ അടിപിടി കേസുകളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. നിങ്ങളുടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഈ സമയത്ത് നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്ക് നക്ഷത്രങ്ങളുടെ സ്ഥാനം അത്ര ശുഭസ്ഥാനത്തല്ല ഇപ്പോൾ നിൽക്കുന്നത്. എന്തെങ്കിലും ചെറിയൊരു കാര്യമുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് അത് വലിയൊരു വിപത്തിലേക്ക് ചെന്നെത്തുന്ന ഒരു സമയമാണ്. നെഗറ്റീവ് എനർജിയൊക്കെ കൂടുന്ന ഒരു സമയമാണ് ഈ 8-ാം തീയതിയും 9-ാം തീയതിയും. അതുപോലെ തന്നെ നിങ്ങളുടെ സത്കീർത്തിക്കൊക്കെ ചെറിയ കളങ്കമൊക്കെ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. മാർച്ച് 1 മുതൽ 7-ാം തീയതി വരെ വലിയ കുഴപ്പമില്ലെങ്കിലും 8-ാം തീയതി മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ചെറിയ മാനഹാനിയൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് 8-ാം തീയതിയും 9-ാം തീയതിയും ശത്രുക്കളുടെ ശല്യമൊക്കെ നിങ്ങൾക്ക് കൂടി വരുന്ന ഒരു സമയമാണിത്. നിങ്ങൾ ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരോട് പറഞ്ഞു പരത്തുന്നത് നിങ്ങളുടെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ കൂടുതലാണെന്നാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിലും അത് പരിധി വിട്ടുള്ളതല്ലെങ്കിലും നമ്മൾക്ക് മറ്റുള്ളവർ കാണുമ്പോൾ മറ്റുള്ള ജനങ്ങളുടെ കാഴ്ചയിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാഴ്ചയിൽ നിങ്ങൾ വലിയൊരു ലഹരി പദാർത്ഥത്തിന്റെ അടിമയായിട്ടാണ് നിങ്ങളെ കാണാൻ പോകുന്നത്. അതുകൊണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ജോലിയുടെ കാര്യം, തൊഴിൽപരമായിട്ട് നിങ്ങൾക്ക് ഒരു സമ്മിശ്ര ഫലമാണ്. തൊഴിൽ രംഗത്തൊക്കെ നിങ്ങൾക്ക് വലിയ നേട്ടങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും കുഴപ്പമില്ലാതെ പോകുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സഹപ്രവർത്തകരുമായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഒരു സമ്മിശ്ര ഫലമാണ്. ബിസിനസ്സിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ലെങ്കിൽ നഷ്ടത്തിലാവാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ബിസിനസ്സിലൊക്കെ ഷെയർ ബിസിനസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം. ചെറിയ വിശ്വാസവഞ്ചനയുടെയൊക്കെ സാധ്യത കാണുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾ മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മളുടെ സമ്പത്താണ് നമ്മൾക്ക് ആരോഗ്യം കഴിഞ്ഞാൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ കാണേണ്ടത്. ആദ്യം നമ്മൾക്ക് ശരീരം, ആരോഗ്യമാണ്. അതിനുശേഷം നമ്മുടെ സമ്പത്താണ്. സമ്പത്ത് നമ്മൾ ദൂർത്ത് അടിച്ച് നമ്മൾക്ക് ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാൽ, അതില്ലാതായി കഴിഞ്ഞാൽ നമ്മളുടെ മനസമാധാനമാണ് ആദ്യം നഷ്ടമാകുന്നത്. മനസമാധാനം നഷ്ടമായി കഴിഞ്ഞാൽ സ്നേഹം നഷ്ടമാകും. സ്നേഹം നഷ്ടമായി കഴിഞ്ഞാൽ ആരോഗ്യം നഷ്ടമാകും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിന് അടിസ്ഥാനം സമ്പത്തെന്നൊക്കെ തന്നെ നമ്മൾക്ക് പറയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് സമ്പത്ത് കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. ആർക്കും അനാവശ്യമായിട്ട് പണം കടം കൊടുക്കരുത്. എല്ലാം രേഖാപരമായിട്ട് ചെയ്യണം. ഷെയർ ബിസിനസ്സിലൊക്കെ നമ്മൾ ചിലപ്പോൾ രേഖകളൊന്നുമില്ലാതെ തന്നെ നമ്മളുടെ പണം നിക്ഷേപിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ എല്ലാം രേഖകൾ മുഖാന്തരം മാത്രം ചെയ്യുക. കാരണം ഇത് എടുത്തു പറയുന്നത് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരു
തുറന്നു പറച്ചിലാണെങ്കിൽ ഒരു മോശമായ സമയത്തിലൂടെയാണ് പോകുന്നത്. എല്ലാം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാകുന്ന ഒരു സമയമാണ്. കാരണം എല്ലാ നക്ഷത്രക്കാർക്കും ഇത് മാറി മറിഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. നമ്മൾക്ക് ചിലപ്പോൾ നല്ല സമയം ഉണ്ടാകും, ചിലപ്പോൾ ചീത്ത സമയം ഉണ്ടാകും. ചീത്ത സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുതരാം. ആ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് ഈ 15 ദിവസം പിന്തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാകുന്നതാണ്. നമ്മളുടെ ചീത്ത സമയത്ത് നമ്മൾക്ക് കുറച്ച് പോസിറ്റീവ് എനർജി ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ പ്രപഞ്ച ശക്തിയെ വിശ്വസിക്കുക. നിങ്ങൾ ഏത് ദൈവത്തിനെയാണോ ആരാധിക്കുന്നത് അല്ലെങ്കിൽ പൂജിക്കുന്നത്, തീർച്ചയായിട്ടും ആ ദൈവത്തിനെ എന്നും പൂജിക്കാൻ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. രാവിലെ ഉറക്കമുണർന്ന് എഴുന്നേൽക്കുന്ന ഉടൻ തന്നെ ആ ദൈവത്തിന്റെ നാമം, മന്ത്രം ഉരുവിടാൻ ശ്രമിക്കുക. അത് ഏത് ജാതിയിലായിക്കോട്ടെ, ഏത് മതത്തിലായിക്കോട്ടെ, നിങ്ങൾ ആരെയാണോ ആരാധിക്കുന്നത്, നിങ്ങൾ ഏത് പ്രപഞ്ച ശക്തിയിലാണോ വിശ്വസിക്കുന്നത്, ആ ശക്തിയെ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. നമ്മളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല, ഈ ശക്തി ഉണ്ടെങ്കിൽ, നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്നൊരു തോന്നല് നിങ്ങൾക്കുണ്ടാവണം. അതുപോലെ തന്നെ നമ്മളെക്കാട്ടിലും താഴ്ന്ന അവസ്ഥയിലുള്ള ആരെയെങ്കിലും കാണുകയാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മടിയുണ്ടാവരുത്. അത് വഴിയെ പോകുന്ന ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട ആർക്കെങ്കിലും ആവരുതെന്ന് മാത്രമേ നമ്മൾക്ക് പറയാനുള്ളൂ. പലരും, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, പലരും ലഹരി പദാർത്ഥങ്ങൾക്കൊക്കെ അടിമപ്പെട്ടിട്ട് നിൽക്കുന്ന ആരെങ്കിലും വന്ന് ഭക്ഷണം ചോദിച്ചാൽ, അല്ല 10 രൂപ ചോദിച്ചാൽ ഉടനെ എടുത്തു കൊടുക്കുന്നത്. അതിന്റെ കാര്യമില്ല. അയാൾക്ക് ലഹരി വാങ്ങിക്കാൻ പണമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഭക്ഷണം കഴിക്കാനും പണമുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്നും നിങ്ങൾ സഹായിക്കരുത്. കൃത്യമായിട്ടുള്ള ഒരാളെ കണ്ടെത്തി നിങ്ങളെ കൊണ്ടാവുന്ന രീതിയിലൊന്ന് സഹായിക്കുക. അതായത് സഹജീവികളോട് സഹാനുഭൂതി കാണിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തൃക്കേട്ട നക്ഷത്രക്കാര് കൃത്യമായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക, സഹജീവികളോട് കരുണ കാണിക്കുക, ഒന്നിലും നിങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക, നിങ്ങളുടെ മനസ്സിന്റെ സമ്മർദ്ദം കൂട്ടാതിരിക്കുക. എല്ലാത്തിനെയും ഈ സമയം കടന്നു പോകും എന്ന് മനസ്സിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. തൃക്കേട്ട നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിച്ചു പോകണമെന്നേ നമ്മൾക്ക് പറയാനുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ശുഭകരമായിരിക്കും. പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എല്ലാവരുടെയും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകാറുണ്ട്. അത് സധൈര്യം നേരിട്ട് മുന്നോട്ട് പോവുക, എല്ലാം മാറുന്നതാണ്. അപ്പോൾ ഈ മാർച്ച് മാസം പകുതി വരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം, അത് തീർച്ചയാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.